ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വേറൊന്നുമല്ല ഗൈസ്, പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് കുറച്ച് കാര്യങ്ങൾ പറയാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്തുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ നമ്മളിവിടെ പറയാൻ പോകുന്നത്. കാരണം വേറൊന്നുമല്ല, നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ വർക്ക് നടക്കത്തില്ല ഗൈസ്. വർക്കും വീഡിയോയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഗൈസ്. സോ കോപ്പറേറ്റ് ചെയ്യുക. നമ്മൾ ഓരോ കാര്യങ്ങളും ഇൻഫർമേഷൻസും നമ്മൾ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും മറ്റുള്ളവരുടെ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യും. 1000 സബ് തരാം എന്നൊക്കെ പറയുന്നത് നമ്മൾ കുറേ പരസ്യങ്ങൾ കാണും. നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ട് കുറേ പരസ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. 500 സബ് തരാം, 1000 സബ് തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മളെ ക്യാൻവാസ് ചെയ്യാനായിട്ട് വരും. പക്ഷെ നമ്മൾ അതിലൊന്നും പോയി വീഴരുത് ഗൈസ്. അതൊക്കെ ഉടായിപ്പായിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന വഴി അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ അതിലൊന്നും പോയി വീഴരുത്. നമ്മൾ ഓർഗാനിക്കായിട്ട് കിട്ടുന്നതും അല്ലാതെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്നതും രണ്ടാണ്. എപ്പോഴും നമുക്ക് പൈസ കൊടുത്ത് നമ്മൾ വ്യൂസ് ഒപ്പിക്കാനോ എപ്പോഴും നമുക്ക് പൈസ കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാനോ പറ്റില്ല ഗൈസ്. സോ 500 തരാം, 1000 തരാം, 2 ദിവസത്തിനുള്ളിൽ 700 സബ്, 2 ദിവസത്തിനുള്ളിൽ 500 സബ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരിക്കലും അതിലൊന്നും പോയി ചാടി കൊടുക്കരുത് ഗൈസ്. കാരണം അബദ്ധം പറ്റും. നമ്മൾ ഒരിക്കലും എപ്പോഴും ഓർഗാനിക്കായിട്ടുള്ള വ്യൂസും ഓർഗാനിക്കായിട്ടുള്ള സബ്ബുമാണ് എപ്പോഴും നമുക്ക് യൂട്യൂബിൻ്റെ ചാനലിലേക്ക് ആവശ്യമായിട്ട് വരുള്ളൂ. എപ്പോഴും നമുക്ക് ഗുണം ചെയ്യുള്ളൂ. സോ ബി കെയർഫുൾ ഗൈസ്. ഇങ്ങനെ എൻ്റെ അടുത്തും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് 500 തരാം, 1000 തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ഷെയർ ചെയ്തപ്പോഴത്തേക്കും അവരതിലേക്ക് കൊടുത്തു പൈസ. പിന്നെ അക്കൗണ്ട് ബ്ലോക്കാണ്. പിന്നെ യാതൊരുവിധ അനക്കവും കാണില്ല. സോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ളൊരു ഷുവർ അറിയാൻ പറ്റും. അവർ 500 തരാം, 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടും എന്നൊക്കെ പറയും. പക്ഷെ നമുക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് പല പല ആപ്പ് വഴിയിട്ടായിരിക്കും നമ്മൾക്ക് വ്യൂസും സബ്സ്ക്രൈബേഴ്സും അവർ തരുന്നത്. അത് നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓർഗാനിക്കായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന വ്യൂസും കാര്യങ്ങളും മാത്രമേ നമുക്ക് ജെന്യുവനായിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം നാളെ കണ്ടിന്യൂറ്റി എപ്പോഴും സബ്സ്ക്രൈബേഴ്സും യൂട്യൂബും എപ്പോഴും ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവണം. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും വ്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്കത് എന്നും നിലനിൽക്കുന്നതായിരിക്കണം. സോ അതിൻ്റെ അടുത്തൊന്നും പോയി ചാടി കൊടുക്കരുത് ഗൈസ്. ഞാൻ എൻ്റെ യൂട്യൂബിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്, ഫസ്റ്റ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് പേര് പോലും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യിൽ ഞാനിത് എൻ്റെ പ്രൊഫൈൽ ഷെയർ ചെയ്യും. പക്ഷെ ഷെയർ ചെയ്യുമെന്ന് വെച്ചാൽ നേരെ ലിങ്ക് എടുത്ത് അയക്കുകയല്ല ഗൈസ്. നമ്മുടെ നെയിമും ID-യും അവരോട് പറയുമ്പോഴേക്കും അവർ സെർച്ച് ചെയ്തിട്ട് കയറാൻ പറയണം. സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് കയറുമ്പോഴത്തേക്കും കുറേ സെർച്ച് എഞ്ചിനിലേക്ക് വരികയും അപ്പോൾ നമുക്ക് കുറേ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് നോട്ടിഫിക്കേഷൻ പോവുകയും ചെയ്യും. സോ സെർച്ച് ചെയ്തിട്ട് കയറാൻ പറയുന്നതായിരിക്കും എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തരിക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നേരെ എടുത്ത് URL എടുത്ത് അയച്ചു കൊടുക്കരുത്. ലിങ്ക് അയച്ചു കൊടുത്ത് കയറുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് സ്പാം ആകാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് സ്പാം ആകാനുള്ള ചാൻസ് ഉണ്ട്. സ്പാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്ന വഴി യൂട്യൂബ് നമുക്ക് നോട്ടിഫിക്കേഷൻ ഇപ്പം നമ്മൾ ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും, ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും സബ്സ്ക്രൈബേഴ്സ് കുറവായിരിക്കും കാണിക്കുന്നത്. അങ്ങനെ വരുന്നതാണ് സ്പാം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സൂക്ഷിക്കുക. ഇങ്ങനെ പൈസ കൊടുത്ത് വ്യൂസും സബ്സ്ക്രൈബേഴ്സും നമ്മൾ ചെയ്യാതിരിക്കുക. മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അത്രേ ഉള്ളൂ ഗൈസ്. ബൈ.